Good evening one and all. Business regulations first module welcome you all. Module name Business Law. It is a wide term, embraces all legal principles concerning business transaction, also known as commercial law, law merchant or mercantile law. It includes business activities, transactions and trade. Also encompasses the law relating to regulation of business associations and other incidental matters. ബിസിനസ് ലോ വളരെ വൈഡർ ആയിട്ടുള്ള ഒരു ടേമാണ്. അതിൽ കൊമേഴ്ഷ്യൽ ലോ എന്നും ലോ മെർച്ചൻ്റ് എന്നും മെർക്കൻറ്റൈൽ ലോ എന്നും പേരുകളുണ്ട്. ബിസിനസ് ട്രാൻസാക്ഷൻസിൽ ചില ലീഗൽ പ്രിൻസിപ്പിൾസ് എംബ്രൈസ് ചെയ്യുന്നതിനെയാണ് ബിസിനസ് ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലെറ്റ്സ് സീ വൺ ഡെഫിനേഷൻ ഓഫ് SR Davar. Business law means that branch of law which is applicable to or concerned with trade and commerce in connection with various mercantile or business transactions. SR Davar പറയുന്നത് ബിസിനസ് ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബ്രാഞ്ച് ഓഫ് ലോ ആണ്. അത് അപ്ലിക്കബിൾ ചെയ്യുന്നത് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇൻ കണക്ഷൻ വിത്ത് വേരിയസ് മെർക്കൻഡൈൽ ഓർ ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസ്സിന് വേരിയസ് ട്രാൻസാക്ഷൻസിന് ട്രേഡ് ആൻഡ് കൊമേഴ്സിനൊക്കെ ലോ കൊണ്ട് അപ്ലിക്കബിൾ ചെയ്യുന്നതിനാണ് നമ്മൾ ബിസിനസ് ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിസിനസ് ലോൻ്റെ സ്കോപ്പ് Indian Contract Act 1872 includes in business law, Negotiable Instrument Act 1881, Sale of Goods Act 1930, Indian Partnership Act 1932, Insurance Act 1972, Arbitration and Conciliation Act 1996, the Law of Insolvency, law relating to carriage of goods. Then main sources of Indian business law are English Mercantile Law, Statute of Indian Legislature, Judicial Decisions and Precedents, Customs and Usage. Let's see the Indian Contract Act 1872. It is very important for you. What is meant by Indian Contract Act and the essential elements for the valid contract. Okay. Then Indian Contract Act came into force on 1st day of September 1872 and it applies to the whole of India except the state of Jammu and Kashmir. Jammu and Kashmir ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റേറ്റിനും ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ബാധകമാണ്. ദാറ്റ് ഡസൻ ഡീൽ വിത്ത് ഓൾ ബ്രാഞ്ചസ് ഓഫ് ലോ ഓഫ് കോൺട്രാക്ട്. ലോ ഓഫ് കോൺട്രാക്റ്റിൽ ഇപ്പോൾ ഒരുപാട് ബ്രാഞ്ചസ് നമ്മൾ കണ്ടില്ലേ, അതിലത്തെ എല്ലാതും ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. ജസ്റ്റ് ലൈക്ക് പാർട്ട്ണർഷിപ്പ്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആൻഡ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് ആർ ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഡീൽ ചെയ്യുന്നത് general principles applicable to all contract, the conditions which are essential for making a valid contract, the principle applicable to quasi contract, the principles which are applicable to a few special contracts, namely contract of indemnity, contracts of guarantee, contracts of bailment and agency, contracts of agency. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വരും ചാപ്റ്റേഴ്സിൽ പഠിക്കുന്നതാണ്. ലോ ഓഫ് കോൺട്രാക്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഗ്രിമെൻറ്റിനെ ഡീൽ ചെയ്യുന്നതാണ്. ദാറ്റ് ഷുഡ് ബി എൻഫോഴ്സ്ഡ് വിത്ത് ത്രൂ ലോ കോർട്സ്. Law of contract is most important branch of mercantile law. It affects every person in one way or other, as all of us enter into some kind of contract every day. The object of the law of contract is to introduce definiteness in commercial and other transactions and to ensure the realization of reasonable expectations of parties who enter into contract. ഒബ്ജക്റ്റ് ലോ ഓഫ് കോൺട്രാക്റ്റിൻ്റെ ഒബ്ജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൊമേഴ്ഷ്യലായിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസിലും റീസണബിൾ എക്സ്പെക്റ്റേഷൻ ഓഫ് പാർട്ടീസ് റിയലൈസ് ചെയ്യണം, ദോസ് ഹു ആർ എൻ്റർ ഇൻ ടു എ കോൺട്രാക്റ്റ്. അപ്പോൾ ലോ ഓഫ് കോൺട്രാക്റ്റിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻറ്റ് ദാറ്റ് ഷുഡ് ബി എൻഫോഴ്സിബിൾ വിത്ത് ലോ. കോൺട്രാക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയിലേക്ക് നമ്മൾ വരികയാണ്. വാട്ട് ഈസ് മീൻ ബൈ കോൺട്രാക്റ്റ്? കോൺട്രാക്റ്റും എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് കോൺട്രാക്റ്റ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഡ്രോൺ ടുഗദർ എന്നതാണ്. അതായത് രണ്ടിൽ കൂടുതൽ ആളുകളോ ഒരു കോമൺ ഇൻറ്റൻഷന് വേണ്ടി ഒരു എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുന്ന അവരുടെ മൈൻഡ് ഡ്രോയിങ് ടുഗദർ, അവരുടെ രണ്ട് കൂട്ടരുടെയും മനസ്സ് ഒരുപോലെ ഒരു കാര്യത്തിലേക്ക് നീങ്ങുമ്പോൾ അവിടെ എഗ്രിമെൻറ്റ് ലോ പ്രകാരം applicable ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോൺട്രാക്റ്റ്. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് ഈസ് എൻ എഗ്രിമെൻറ്റ് ദാറ്റ് ഷുഡ് ബി എൻഫോഴ്സിബിൾ ബൈ ലോ വിച്ച് ഓഫേഴ്സ് പേഴ്സണൽ റൈറ്റ്സ് ആൻഡ് ഇമ്പോസസ് പേഴ്സണൽ ഒബ്ലിഗേഷൻ വിച്ച് ദ ലോ പ്രൊട്ടക്ട്സ് ആൻഡ് എൻഫോഴ്സസ് അഗെയിൻസ്റ്റ് ദ പാർട്ടീസ് ടു ദി എഗ്രിമെൻറ്റ്. ഒരു കോൺട്രാക്റ്റ് എന്നുള്ള എഗ്രിമെൻറ്റിൽ എഗ്രിമെൻറ്റ് പ്ലസ് ഒരു എൻഫോഴ്സ്മെൻറ്റ് ബൈ ലോ ഉണ്ട്.
വിച്ച് ഓഫേഴ്സ് പേഴ്സണൽ റൈറ്റ്സ് പേഴ്സണൽ ഒബ്ലിഗേഷൻസ് ഒക്കെ ഇമ്പോസ് ചെയ്യുന്നുണ്ട്. അതിൽ വിച്ച് ലോ പ്രൊട്ടക്ട്സ് ചെയ്യുന്ന എന്തൊക്കെയാണ്, ഒരാളുടെ താല്പര്യം ആ എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ള ആളുകളുടെ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻ എന്തായാലും പഠിച്ചു വെക്കുക. Section 2H of Indian Contract Act defines contract as an agreement enforceable by law. മെയിനായിട്ട് 2 elements ഉണ്ട്, എഗ്രിമെൻറ്റും എൻഫോഴ്സിബിലിറ്റിയും. എഗ്രിമെൻറ്റ് എന്താണ്? സെക്ഷൻ 2E defines agreement as every promise and every set of promises forming the consideration for each other. In other words, an agreement is formed where one party makes the proposal and the other party accepts it. 2 പാർട്ടീസ് ഉണ്ടാവും. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്ന പ്രോമിസസ് ഒരു കൺസിഡറേഷൻ ഫോം ചെയ്തിട്ട് ഫുൾഫിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. എൻഫോഴ്സിബിലിറ്റി പറഞ്ഞാൽ എന്താണ്? ഓൺലി ആൻഡ് എൻഫോഴ്സിബിൾ എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ കോൺട്രാക്റ്റ് എന്ന് വിളിക്കുക. എല്ലാ എഗ്രിമെൻറ്റ്സും ഒരിക്കലും കോൺട്രാക്റ്റ് അല്ല. എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ഉണ്ടെങ്കിലാണ് അത് എന്താവുള്ളൂ, കോൺട്രാക്റ്റ് ആവുള്ളൂ. സോ സെക്ഷൻ 10 ഓഫ് ആക്ട് ഡിഫൈൻസ് all agreements are contracts if they are made by free consent of parties competent to contract for a lawful consideration and a lawful object and are not hereby expressly declared to be void. അപ്പോൾ സെക്ഷൻ 10 പ്രകാരം എല്ലാ എഗ്രിമെൻറ്റ്സും കോൺട്രാക്റ്റാണ്. അവിടെ പാർട്ടീസിൻ്റെ ഫ്രീ കൺസെൻറ്റ് കിട്ടണം. കോൺട്രാക്റ്റിലേക്ക് അവർ എൻ്റർ ചെയ്യുമ്പോൾ അവർ കോമ്പിറ്റൻ്റ് ആയിരിക്കണം. അവിടെ ഒരു ന്യായമായ കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. ഒരു ലോഫുൾ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടായിരിക്കണം ആ എഗ്രിമെൻറ്റ്. ആൻഡ് ആർ ഹിയർ ബൈ നോട്ട് ഹിയർ ബൈ ഡിക്ലെയർഡ് ആസ് ടു ബി വോയിഡ്. നെക്സ്റ്റ് സർ വില്യം ആൻസറിൻ്റെ ഒരു ഡെഫിനിഷൻ. എ കോൺട്രാക്ട് ഈസ് എൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ അറ്റ് ലോ മെയ്ഡ് ബിറ്റ്വീൻ 2 or more person by whom rights are acquired by one or more to act or forbearance as on the part of other or others. 2 പേര് തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ ഒരാളുടെ ഓഫർ മറ്റൊരാൾ സ്വീകരിക്കുകയാണ് കോൺട്രാക്റ്റിൽ. നെക്സ്റ്റ് essential elements of a valid contract. First one, offer and acceptance. ഒരു എഗ്രിമെൻറ്റിൽ അല്ലെങ്കിൽ ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ ഒരു ലോഫുൾ ഓഫർ ഉണ്ടാവണം, ലോഫുൾ ആക്സെപ്റ്റൻസും ഉണ്ടാകണം. എക്സാമ്പിൾ പറയുകയാണ്, ഒരു മാരുതി കാർ എക്സിൻ്റെ 2,25,000 വൈക്ക് കൊടുക്കുക എന്ന് പറയുകയാണ്. വൈ ആ 2,25,000 ആ മാരുതി കാർ മേടിക്കുക എന്ന് പറയുകയാണെങ്കിൽ ആ ഓഫറും ആക്സെപ്റ്റൻസും ലോഫുള്ളായിട്ട് അവർ ആക്സെപ്റ്റ് ചെയ്തു. സോ എക്സിനെ ഓഫറർ എന്നും വൈനെ ഓഫറി എന്നും വിളിക്കുന്നു. സെക്കൻഡ് വൺ, കൺസെൻസസ് അഡീതം. ഒരു വാലിഡ് എഗ്രിമെൻറ്റിന് നമുക്ക് എന്തായാലും എന്ത് വേണം? കംപ്ലീറ്റ് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ് ബിറ്റ്വീൻ കോൺട്രാക്റ്റിംഗ് പാർട്ടീസ്. ആ പാർട്ടീസ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന 2 പാർട്ടീസിനും എന്ത് വേണം? മാനസികമായിട്ട് ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു എക്ക് 2 ബഫലോസ് ഉണ്ട്. അപ്പോൾ ഒരു ബഫലോനെ ബിക്ക് കൊടുക്കാമെന്ന് പറയുമ്പോൾ ബി ഐഡൻറ്റിഫൈ അല്ലെങ്കിൽ ബിയുടെ മനസ്സിൽ വേറൊരു ബഫലോണ്. എ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ബഫലോ അല്ല ബിയുടെ മനസ്സിൽ സെക്കൻഡ് ബഫലോ ആണ്. സോ അപ്പോൾ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവില്ല, കൺസെൻസസ് ഇതം ഇല്ലാത്ത കാരണം. സോ അവർ 2 പേരും ഒരേ ബഫലോനെ തന്നെ വാങ്ങാനും വിൽക്കാനും തീരുമാനിക്കുമ്പോഴാണ് കൺസെൻസസ് അഡീതം ഉണ്ടാവുക. അപ്പോഴാണ് കോൺട്രാക്റ്റ് വാലിഡ് ആവുള്ളൂ. തേർഡ് വൺ, ഫ്രീ കൺസെൻ്റ് ആണ്. കോൺട്രാക്റ്റിംഗ് പാർട്ടീസിന് ഒരു എഗ്രിമെൻറ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് വേണം. വേറൊരാൾ കൊയേഷൻ നടത്തിയിട്ടോ അൺഡു ഇൻഫ്ലുവൻസോ മിസ്റെപ്രസെൻറ്റേഷനോ ഫ്രോഡോ മിസ്റ്റേക്കോ വഴി ഒന്നും ഒരു കോൺട്രാക്റ്റിലേക്ക് വേറൊരാളെ പിടിച്ചിടാൻ പറ്റില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് വാലിഡ് അല്ല. ഫോർ എക്സാമ്പിൾ, ഒരു ഇല്ലിറ്ററേറ്റ് വുമണിൻ്റെ അഗ്രികൾച്ചറൽ ലാൻഡ് അവൻ്റെ നെഫ്യൂ അവരറിയാതെ ഒരു ഡീഡ് ഉണ്ടാക്കിയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി എഴുതി മേടിക്കുകയാണ്. പക്ഷേ അതൊരിക്കലും എന്തല്ല, ലോ പ്രകാരം വാലിഡ് അല്ല. കാരണം ആ ഇല്ലീഗൽ വുമണിനെ അറിയുന്നതേ ഇല്ല എന്താണ് നെഫ്യൂ ആ ഒരു ഡീഡിൽ എഴുതിയത് എന്നുള്ളത്. സോ ആ ഇല്ലിറ്ററേറ്റ് വുമണിൻ്റെ സമ്മതപ്രകാരമാണ് ആ ഒരു അഗ്രികൾച്ചർ ലാൻഡ് നെഫ്യൂ വാങ്ങിക്കുന്നതെങ്കിൽ ആ ഡീഡ് ലോഫുള്ളാണ്. അതർവൈസ് ഇറ്റ് ഈസ് അൺലോഫുൾ. നെക്സ്റ്റ് വൺ, കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്. കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന പാർട്ടീസിൻ്റെ കോമ്പിറ്റൻ്റ് ആയിരിക്കണം. അവരുടെ കപ്പാസിറ്റി അവർക്ക് മെജോറിറ്റി ഏജും മൈനർ ആവരുത്, മേജർ ആയിരിക്കണം. സൗണ്ട് മൈൻഡ് ആയിരിക്കണം. ഒരു ഡങ്കാർഡ് പേഴ്സണോ ഒരു അൺകോമ്പിറ്റൻറ്റ് പേഴ്സണോ ഒന്നും ആവരുത്. അവർക്ക് നല്ല ഫിറ്റായിരിക്കണം അവരുടെ മൈൻഡ്. ഒരു മൈനർ ഒരു 5,000 രൂപ ബിക്ക് കൊടുക്കാൻ നിൽക്കുകയാണ്. പക്ഷേ അയാൾ മൈനർ ആയിരിക്കുന്ന സമയത്താണെന്നതെങ്കിൽ അതിന് വാലിഡിറ്റി ഇല്ല. ദെൻ ലോഫുൾ കൺസിഡറേഷൻ.
An agreement to be enforceable by law must be supported by consideration. Without consideration, a contract is regarded as nudum pactum. ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ എന്തുണ്ടായിരിക്കണം? കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. കൺസിഡറേഷൻ ഇല്ലാത്ത കോൺട്രാക്റ്റിനെയാണ് നമ്മൾ നുഡം പാക്ടം എന്ന് പറയുന്നത്. സോ എന്തെങ്കിലും ഒരു വീട്, ഒരു പ്രോപ്പർട്ടി വാങ്ങുക ചെയ്യുമ്പോൾ അത് ഇത്ര രൂപക്ക് വിൽക്കുകയാണെന്നുള്ള ആ എമൗണ്ട് നമ്മളവിടെ മെൻഷൻ ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ, X lets his house for being used as a gambling den. The agreement is illegal as the object of agreement is unlawful. ഒരു ചൂത് അങ്ങനത്തെ ഒരു എന്താ പറയുക, ഗാംബ്ലിംഗ് ബിസിനസ്സിന് നമ്മുടെ വീട് വിട്ടു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പുറത്ത് എന്തെങ്കിലും ഡീലിങ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും ഒരു കോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് അൺലോഫുൾ. ഓക്കെ, ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. ദെൻ ലോഫുൾ ഒബ്ജക്റ്റ്. നമ്മുടെ എഗ്രിമെൻ്റ് ലോഫുൾ ആയിരിക്കണം. അതിൻ്റെ ഇറ്റ് ഈസ് കൺസിഡേർഡ് അൺലോഫുൾ ഇഫ് ഇറ്റ് ഈസ് ഇല്ലീഗൽ, ഇമ്മോറൽ, ഫ്രോഡുലൻറ്റ്. If permitted, it would defeat the provision of any law, cause injury to the person or property of another, opposed to public policy. ഒബ്ജക്റ്റ്, നമ്മളുടെ ഒരു കോൺട്രാക്റ്റ്, അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ ഒബ്ജക്റ്റീവ്, അതിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം? ലോഫുൾ ആയിരിക്കണം. അതൊരിക്കലും ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യാനോ ഒരു ഇമ്മോറൽ പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ മറ്റുള്ളവരുടെ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും ഇഞ്ചുറി അല്ലെങ്കിൽ മറ്റൊരു പേഴ്സണിന് ഒരു ഇഞ്ചുറി വരുത്തുന്ന തരത്തിലുള്ള ഒരു ആക്ടിവിറ്റിയും ആയിരിക്കരുത്. ഫോർ എക്സാമ്പിൾ, ഒരു പ്രോമിസ് ചെയ്യാണ് ടു ഗെറ്റ് എ ജോബ് ഫ്രം എ ഗവൺമെൻറ് സർവീസ് ഫോർ ₹50,000. 50,000 കൺസിഡറേഷൻ കൊടുക്കുകയാണെങ്കിൽ നിനക്ക് ഞാനൊരു ജോലി തരാമെന്ന് ഒരാൾ വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും, ആ ഡീഡ് ഒരിക്കലും എന്താണ്? എഗെയിൻസ്റ്റ് ടു ലോ ആണ്. നെക്സ്റ്റ്, not expressly declared void. Agreement must not have been declared void by any law in force in India. Act has itself declared void certain types of agreements such as those in restraint of marriage or trade or legal proceedings as well as wagering agreement. ഇന്ത്യൻ കോൺട്രാക്ട് ആക്റ്റിൽ ചില എഗ്രിമെൻറ്റ്സ് ഓട്ടോമാറ്റിക്കലി ആക്ട് തന്നെ അത് വോയിഡ് ആണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരുന്ന കാര്യങ്ങൾ റിസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ്, അതായത് റിസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ എന്താണ് അവകാശമാണ് ആരെ കല്യാണം കഴിക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനത്തെ അതൊന്നും ഒരാളെ എന്താ പറയുക, നിർബന്ധപൂർവം നമുക്ക് എനാക്ട് ചെയ്യാൻ പറ്റൂല. Then intention to create legal relation. There must be an intention among the parties that the agreement should be attached by legal consequences and create legal obligations. അതായത് ആളുകൾ തമ്മിലുള്ള ഒരു ലീഗൽ റിലേഷൻസ് ക്രിയേറ്റഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഇപ്പോൾ വൈഫും ഹസ്ബൻഡും തമ്മിൽ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കലും അങ്ങനെ അതിൽക്കൊന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ അത് ഒരു കംപ്ലൈൻറ്റ്, ഇപ്പോൾ വൈഫ് ഒരു കംപ്ലൈൻറ്റ് വിത്ത്ഡ്രോ ചെയ്യുകയാണ്, ഹസ്ബൻഡ് ഒരു അലവൻസ് കൊടുക്കുക എന്ന് പറയുകയാണെങ്കിൽ അത് അങ്ങനെ വരികയാണെങ്കിൽ അത് കോൺട്രാക്റ്റ് വഴി ബൈൻഡഡ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻസ്. ഒരു ലീഗൽ റിലേഷൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് എന്താണ് ഒരു എഗ്രിമെൻ്റ് എങ്കിൽ ദാറ്റ് ഷുഡ് ബി വാലിഡ്. സോ ദീസ് ഓൾ ആർ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.